നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്ത നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ പണം അക്കൗണ്ടിൽ എത്തിയ ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ അവർക്ക് 2000 രൂപ മാത്രമായിരിക്കില്ല ലഭിക്കുക, അവർക്ക് 4000 രൂപയായിരിക്കും ലഭിക്കുക. മാർച്ച് മാസത്തിലെ 2000 രൂപയും ഏപ്രിൽ മാസത്തിലെ 2000 രൂപയും കൂടി 4000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. ഇന്ന് തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായി തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് ഒരുപാട് പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ 4000 രൂപ ഇന്ന് അവരുടെ അക്കൗണ്ടിലെത്തും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 2000 രൂപ അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീറ്റ് സ്കോളർഷിപ്പ്, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് 1000 രൂപയുടെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് പണം നേരിട്ടെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഈ പണങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്, പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ ഒരു അവസാന തീയതിയോ അല്ലെങ്കിൽ ഒരു സമയമോ ഇല്ല. നമ്മൾ എന്നാണോ എലിജിബിൾ ആകുന്നത് അന്ന് തന്നെ നമുക്ക് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ കാര്യം നോക്കുകയാണെങ്കിൽ 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്ക് മാസം മറ്റ് പെൻഷനുകളോ മറ്റു കാര്യങ്ങൾ ലഭിക്കാത്ത സ്ത്രീകൾക്ക്, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളുള്ള സ്ത്രീകൾക്ക് എപ്പോഴാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അവർക്ക് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ, മറ്റ് പെൻഷനുകളും അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റാണ് ക്ഷേമനിധി പെൻഷൻ വിതരണം. നമുക്കറിയാം, തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ മുടങ്ങിയിട്ട് 1.5 വർഷത്തിലധികമായി. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഇങ്ങനെ ക്ഷേമനിധി പെൻഷൻ വിതരണവും ഈ ഒരു മാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിങ്ങൾക്ക് എത്ര മാസത്തെ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്ക് അത് അറിയാൻ സാധിക്കും. ഒരുപാട് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. ഓട്ടോ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്നിങ്ങനെ പല ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഒരു മാസം പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേമനിധി അംഗത്വം എടുക്കാൻ, പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ, അതുപോലെ തന്നെ നോർക്ക ID കാർഡ് എടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായകമാകും. ഇതൊരു വിദേശത്തുള്ള ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി. അവിടെ ഒരു മലയാളികൾ നടത്തുന്ന സംരംഭമാണ്. അവരുമായി നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതിൽ പ്രവാസി നോർക്ക ID കാർഡ് എടുക്കാൻ, അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ എല്ലാ കാര്യങ്ങളും അവർക്കുമായി നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വാട്സപ്പ് നമ്പർ ഇപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.